സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അല്ലാഹു നമ്മുടെ സമ്മേളനം വിജയത്തിലാക്കി തീർക്കട്ടെ. 15 നിമിഷമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിൽ ചില വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനം വിളിച്ചു കൂട്ടാനുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് എന്നുള്ള മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും സമാന അവകാശം വേണം എന്ന നിലയ്ക്ക് ആ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ധൃതി കാണിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളായ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മഹത്തായ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തൊരു സമ്മേളനത്തിന് നെഹ്റു മൈതാനി സാക്ഷ്യം വഹിച്ചതാണ്. അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ശരീഅത്ത് പ്രശ്നത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒരു വേദിയിൽ ഇരുന്ന് ശക്തമായി ഇതിന് എതിരെ ശബ്ദിക്കണമെന്നും ശരീഅത്ത് സംരക്ഷണം അതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഒരു വേദിയിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മുതിരക്കുളം മൈതാനിൽ വെച്ച് അബുൽ ഹസൻ അലി നദവി അടക്കമുള്ള സദസ്സിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ന് അവിടെ ഹാജരാവുകയുണ്ടായി. മംഗലാപുരത്തും അബുൽ ഹസൻ അലി നദവി, സുലൈമാൻ സേട്ടും ഒക്കെ സമ്മേളിച്ച ആ സമ്മേളനത്തിൽ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളും അന്ന് അവിടെ സംബന്ധിച്ചിരുന്നു. 30 വർഷത്തിന്റെ ശേഷം വീണ്ടും ഒരു സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് എന്നുള്ള നിയമം ഇതുമായി നമ്മുടെ കേന്ദ്ര ഭരണസമിതി രംഗത്ത് വന്നപ്പോഴേക്ക് മുസ്ലിമീങ്ങൾ അതിൽ വളരെയേറെ വേദനിക്കുകയും ആ വിഷയത്തിൽ ശക്തമായി ആ നിയമം നിലവിൽ വരുന്നതിനെ എതിർക്കുകയും ശരീഅത്ത് സംരക്ഷണം വേണമെന്ന നിലയ്ക്ക് കൂലങ്കുഷമായി ചിന്തിച്ചു. എല്ലാവരും എല്ലാ വിധത്തിലുള്ള ആശയാദർശമുള്ളവരും ഒരേ വേദിയിൽ ഇരുന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുസ്ലിം സെൻട്രൽ കമ്മിറ്റി വളരെ നല്ല ബൃഹത്തായ ഒരു സമ്മേളനം ഇവിടെ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് മതങ്ങളും മതവിശ്വാസികളും ആചാരങ്ങളും ഉൾക്കൊണ്ട ഒരു പവിത്രമായ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് എല്ലാവർക്കും വേണ്ടി ഒരേ നിയമം, ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത് അനർത്ഥവും വളരെയേറെ അപകടവും വരുത്തി തീർക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ നിയമം മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ച് മാത്രമുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു മുത്തല്ലഖത്ത് എന്നുള്ളൊരു പ്രശ്നം മുന്നിൽ വെച്ചിട്ട് ഇവിടെ ഏക സിവിൽ കോഡ് നിലവിൽ കൊണ്ടുവരണമെന്നുമായി ഈ രാജ്യത്തിന്റെ ഭരണ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രമോദി അതിനു വേണ്ടി ശബ്ദിക്കുമ്പോഴേക്ക് മുസ്ലിം പെണ്ണുങ്ങളെ ഇനി നിങ്ങളെ വേദനിക്കാൻ, കണ്ണീരൊലിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ് മുത്തല്ലഖത്ത് എന്ന് പറയുന്ന വിഷയമായി രംഗത്ത് ഇറങ്ങിയ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സ്വന്തം ഭാര്യയെ തലാഖ് ചൊല്ലിയ വ്യക്തിയാണ് എന്നുള്ള കാര്യം സമൂഹം മറന്നു പോകരുത്. സ്വന്തം ഭാര്യനെ കണ്ണീരിൽ അകപ്പെടുത്തിയിട്ട് കണ്ണീരിന്റെ കടലായിട്ട് മാറ്റിയ ആ വ്യക്തിയാണ് മുസ്ലിം പെണ്ണുമക്കൾക്ക്, മുത്തല്ലഖത്തായ പെണ്ണുങ്ങൾക്ക് ഞാൻ നിങ്ങളെ കണ്ണീരൊപ്പാം എന്ന് പറയുന്നത്. അത് അനർത്ഥമാണ്, അത് അംഗീകരിക്കാൻ ലോകം
സമാന അവകാശം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം? എന്നാൽ സമാന അവകാശം നിലവിൽ കൊണ്ടുവരുന്നത് അപകടമാണ്. പെണ്ണിനിക്ക് സ്വത്തവകാശം പുരുഷന്റെ പോലെ തന്നെ പെണ്ണിനിക്ക് കൊടുക്കണമെന്നാണ് ഇന്നത്തെ ഭരണ കക്ഷികളുടെ തീരുമാനം. ടോണി ബ്ലെയർ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചൊരു പ്രസംഗം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് അത്? ലോകത്തെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തിൽ പെണ്ണുമക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പെണ്ണുമക്കൾക്ക് സ്വത്തിൽ ആണിനിക്കുള്ള പകുതി, മകനിക്കുള്ളതിന്റെ പകുതി ഒരു പെണ്ണുമകൾക്കുണ്ട് എന്നുള്ള അവകാശം ലോകത്തെ ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. സമാന അവകാശം പെണ്ണിനിക്ക് എല്ലാറ്റിലും പകുതിയാണ്. പെണ്ണിനിക്ക് ബുദ്ധി ആണിന്റെ പകുതി എന്ന് പുണ്യനബി പറഞ്ഞു. ഒരു രണ്ട് പുരുഷന്മാർ സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് ഒരു പുരുഷനാണ് ഉള്ളത് എങ്കിൽ 2 സ്ത്രീകൾ കൂടി വേണം. ഒരു പുരുഷനും 2 സ്ത്രീയും. കാരണം പെണ്ണിനിക്ക് പകുതിയാണ് അവകാശം. ഏതുവരെ അറിയുമോ? ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ഗർഭം ധരിക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ ഗർഭാശയത്തിലേക്ക് ഒരു പുരുഷന്റെ ഭർത്താവിന്റെ ഒരു ബീജം കടക്കുമ്പോൾ, ഒരു അണ്ടം കടക്കുമ്പോൾ ആ ഭാര്യയുടെ 2 ബീജം കടക്കണം, അണ്ടം കടക്കണം. ഒരു പുരുഷന്റെ ഒരു ബീജത്തിനിക്ക് സമമാകണമെങ്കിൽ അവിടെ 2 ബീജം കടക്കണം. പാർലമെന്റ് കേൾക്കണം.